ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ സിമ്പിൾ ചിക്കൻ കറി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അമ്മച്ചി കടയിൽ നിന്നും ചിക്കൻ വാങ്ങുന്നത് ഇതുപോലെയാണ് കേട്ടോ. പീസാക്കിയിട്ടല്ല വാങ്ങാറ്. എന്നിട്ട് വന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അമ്മച്ചിയുടെ ആ ഒരു രീതിക്ക് പീസാക്കി കട്ട് ചെയ്ത് വീണ്ടും നന്നായിട്ട് വൃത്തിയാക്കും. ഈ ഒരു പണി നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല കേട്ടോ വീട്ടിൽ. എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ശരിക്കും ഫുൾ പീസാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അത് കൊണ്ടുവരാണ് ചെയ്യുക. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി പിന്നെ ചിക്കൻ കറി വെക്കുകയാണ് ചെയ്യുക. ഇവിടെ അമ്മച്ചി നേരെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഫുൾ ക്ലീൻ ആക്കി മാറ്റിയെടുക്കും. എൻ്റെ അവിടെ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയാണ് കൂടുതലും ആ ഒരു ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എനിക്ക് തരിക. എനിക്ക് ആ ഒരു ചിക്കൻ്റെ ആ ബ്ലഡിൻ്റെ ആ ഒരു സ്മെൽ ഉണ്ടല്ലോ, അത് തീരെ പറ്റില്ല. ഇടയ്ക്കൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കാറുണ്ട്, എന്നാലും കൂടുതൽ അമ്മ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ ചിക്കൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മസാലകളൊക്കെ പുരട്ടി ഒരു അരമണിക്കൂറോളം അമ്മ വെച്ചിട്ടുണ്ട്. ഇതിലെ മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആ ഒരു ചിക്കനിലോട്ട് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സവാള കനം കുറച്ച് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിനിടയിൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചിക്കൻ നമ്മളൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ അടപ്പത്തോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ സവാള ഇവിടെ മൊരിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചതയ്ക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അമ്മ അങ്ങനെ നുറുക്കിയിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അപ്പുറത്തെ അടുപ്പുമ്മേൽ ചിക്കൻ വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും വേണം. ആ ഒരു ആവിയിൽ കിടന്ന് തന്നെ സംഭവം നന്നായിട്ട് വെന്ത് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ചെയ്യും കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മോടെ തക്കാളി അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് അതൊന്ന് വേവിക്കാം. ഇനി വേവിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കനിലോട്ട് നമുക്ക് വറുത്ത സവാളയിൽ നിന്നും കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മളുടെ തക്കാളിയുടെ ആ ഒരു മിക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സും കൂടി നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു വെള്ളം, തക്കാളിയിലെ ആ വെള്ളം, ചിക്കനിലെ ആ വെള്ളമൊക്കെ ഒന്ന് എത്തി വരുന്നതോടുകൂടി നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടിയും ആ ഒരു വറുത്ത സവാള ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി തീരുന്നതാണ് അമ്മച്ചി പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് പണിയുള്ളത് പോലെ തോന്നി. ആ ഒരു സവാള വറക്കേണ്ട ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് അവിടെ ചിക്കൻ വേവിക്കാനായിട്ട് പറ്റും. എന്നാലും അടിപൊളിയാണ് കേട്ടോ, സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. കാണാൻ വലിയ ലുക്കൊന്നുമില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. പക്ഷേ ഞാൻ അവിടുത്തെ അടുക്കളയിൽ ലൈറ്റ് ഇട്ടപ്പോൾ ആ ഒരു ലൈറ്റിന്റെ വെളിച്ചാണ് കൂടുതൽ നിൽക്കുന്നത്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ, കറി മൊത്തം ഒന്ന് സെറ്റായി വരുമ്പോൾ ആ ഒരു ചിക്കന്റെയും ആ ഒരു ഗ്രേവിയുടെ ഒക്കെ കളർ ശരിക്കും ഒരു ബ്രൗൺ കളറായിട്ട് മാറും. എന്തായാലും അമ്മച്ചിയുടെ ഒരു ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇടുക. എല്ലാവർക്കും എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.